നിഷാൻ, നമ്മളിപ്പോൾ ഊട്ടി തടാകത്തിലൂടെയാണല്ലോ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണെന്നറിയാമോ? അത് നമ്മുടെ ചിൽക്കയല്ലേ? യെസ്, ചിൽക്ക തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പ് തടാകവും ഈ ചിൽക്ക തന്നെയാണ്. എന്നാണ് ഈ ചിൽക്ക തടാകം റാംസാർ പട്ടികയിൽ ഉൾപ്പെട്ടതെന്ന് അറിയാമോ? 1981-ലാണോ? യെസ്, 1981-ലാണ് ചിൽക്ക തടാകം റാംസാർ സൈറ്റിൽ ഉൾപ്പെട്ടത്. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് റാംസാർ പട്ടികയിൽ ഉൾപ്പെടുന്ന ആദ്യ തണ്ണീർത്തടമായതും ചിൽക്കയാണ്. ഈ ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താ? ഒഡീഷ. ചിൽക്കയിലെ പ്രശസ്തമായ 2 ദ്വീപുകളുമുണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപും ഹണിമൂൺ ദ്വീപും. യെസ്, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപും ഹണിമൂൺ ദ്വീപും. എങ്കിൽ മഹാപത്മസരസ് എന്നറിയപ്പെടുന്ന ഒരു ഇന്ത്യൻ തടാകവുമുണ്ട്. മഹാപത്മസരസ്. യെസ്, വൂളാർ തന്നെയാണ്. അത് എവിടാണെന്നും അറിയാമോ? ജമ്മു കാശ്മീരിലെ വൂളാറാണ് മഹാപത്മസരസ് എന്നറിയപ്പെടുന്ന തടാകം. ഝലം നദിയാണ് വൂളാറിന്റെ പ്രധാന സ്രോതസ്. ഇനി കാശ്മീരിൽ വിനോദസഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഒരു തടാകമുണ്ട്. അതേതാ? ദാൽ തടാകം. തടാകം. ഈ തടാകത്തിന്റെ കരയിലാണ് ഏതുദ്യാനമുള്ളത്? ഷാലിമാർ ഉദ്യാനം ദാൽ തടാകത്തിന്റെ കരയിൽ. ദാൽ തടാകത്തിലെ ശിക്കാര ബോട്ടുകളും പ്രശസ്തമാണ് കേട്ടോ. എന്തായാലും അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാ? അറിയില്ലേ? ആന്ധ്രാപ്രദേശിലെ കൊല്ലേരു. അതാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് കേട്ടോ, ആന്ധ്രാപ്രദേശിലെ കൊല്ലേരു. കൃഷ്ണ ഗോദാവരി നദികളുടെ ഡെൽറ്റയിലാണ് കൊല്ലേരു. അതും കൂടി ഓർത്തു വെക്കുക. പ്രശസ്തമായ ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? അതും അറിയില്ലേ? മണിപ്പൂർ. അതൊക്കെ ഓർത്തു വെക്കണം കേട്ടോ. ലോക്തക് തടാകം മണിപ്പൂരിൽ. ഇന്ത്യയിലെ ഒഴുകുന്ന തടാകം എന്നറിയപ്പെടുന്നതും ഈ ലോക്തക് തന്നെയാണ് കേട്ടോ. ഇനി ആന്ധ്രയുടെയും തമിഴ്നാടിന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തടാകമുണ്ട്. വളരെ രസകരമായ ഒരു പേരാണ് അതിന്. അറിയാം? പുലിക്കാടല്ല, പുലിക്കാട്ട് തടാകം. അപ്പൊ അത് ആന്ധ്രയ്ക്കും തമിഴ്നാടിനും ഇടയ്ക്കാണേ. ഇനി രാജസ്ഥാനിലെ പ്രശസ്തമായ ഒരു ഉപ്പ് തടാകമാണ് സാമ്പാർ. വേണമെങ്കിൽ നമുക്ക് ഓർത്തു വെക്കാം, ഉപ്പ് സാമ്പാറിലിടുമല്ലോ, ആ രീതിയിൽ വേണമെങ്കിൽ ഒന്ന് ഓർത്തു വെക്കാം. രാജസ്ഥാനിലെ സാമ്പാർ തടാകം ഇന്ത്യാസ് ലാർജസ്റ്റ് ഇൻലാൻഡ് സോൾട്ട് ലേക്ക് കൂടിയാണിത്. പൂർണ്ണമായും കരയാൽ ചുറ്റപ്പെട്ടതാണെന്ന് അർത്ഥം. ഓക്കെ ആണ്? അപ്പൊ സാമ്പാർ തടാകം ഓക്കെ ആണല്ലോ. എങ്കിൽ അടുത്തത്, ഉത്തർപ്രദേശിലെ റിഹാൻ അണക്കെട്ടിനോട് ചേർന്നുള്ള ഒരു തടാകമുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തടാകമാണിത്. പേരെന്താ? അറിയില്ലേ? ഗോവിന്ദ ബല്ലഭ പന്ത് സാഗർ. അല്പം കടികെട്ടി പേരായിട്ട് തോന്നും, പക്ഷെ പെട്ടെന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ. ഗോവിന്ദ ബല്ലഭ പന്ത് സാഗർ. പ്രത്യേകത എന്താ? ഏഷ്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തടാകം. അടുത്തത്, ഹൈദരാബാദിനെയും സിക്കന്ദരാബാദിനെയും വേർതിരിക്കുന്ന ഒരു തടാകമുണ്ട്. പേരറിയാമോ? ഹുസൈൻ സാഗർ തടാകം. യെസ്, ഹുസൈൻ സാഗർ തടാകം. ഏതിനൊക്കെയാ വേർതിരിക്കുന്നത്? ഹൈദരാബാദിനെയും സിക്കന്ദരാബാദിനെയും. ഓക്കെ, ഇത്രയും നേരം നമ്മൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില തടാകങ്ങളെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചത്. ഇനി നമുക്ക് നമ്മുടെ സ്വന്തം സംസ്ഥാനമായ കേരളത്തിലേക്ക് കേരളത്തിലേക്ക് വരാം. ഇഷാൻ, കേരളത്തിലെ ടോട്ടൽ കായലുകളുടെ എണ്ണം 34. അതിൽ ഇൻലാൻഡ് ബാക്ക് വാട്ടേഴ്സ് എത്ര എണ്ണം? 7. യെസ്, ബാക്കി 27 എണ്ണവും കടലുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ ആദ്യത്തെ ചോദ്യം, ഏറ്റവും വലിയ കായൽ ഏതാ കേരളത്തിലെ? വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ഏതൊക്കെ ജില്ലകളിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം, ആലപ്പുഴ, നമ്മുടെ സ്വന്തം കോട്ടയം. യെസ്, 3 ജില്ലകൾ: കോട്ടയം, ആലപ്പുഴ, എറണാകുളം. കറക്റ്റ്. വേമ്പനാട്ട് കായലിലെ പ്രശസ്തമായൊരു ദ്വീപുണ്ട്. പാതിരാമണൽ. കറക്റ്റ് ആൻസർ. വേമ്പനാട്ട് കായലിൽ കൃത്രിമമായി നിർമ്മിച്ച ഒരു ദ്വീപുമുണ്ട്. മനുഷ്യനിർമ്മിതമായ ദ്വീപ് വെല്ലിംഗ്ടൺ ഐലൻഡ്. അപ്പൊ പ്രശസ്തമായ ഒരു ദ്വീപാണ് പാതിരാമണൽ, പക്ഷെ കൃത്രിമമായി നിർമ്മിച്ച ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ്. നെഹ്റു ട്രോഫി വള്ളംകളി എവിടെയാണ് നടക്കുന്നത് നിഷാൻ? നമ്മുടെ പുന്നമട കായലിൽ. ഒരു കാര്യം ഓർക്കണം, ആലപ്പുഴ ഭാഗത്ത് വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്ന പേരാണ് ഈ പുന്നമട കായൽ. എങ്കിലും പരീക്ഷയിലൊക്കെ ചോദിച്ചാൽ നമ്മൾ എഴുതുന്നത് പുന്നമട കായൽ എന്നാണ്. ഒരു കാര്യം കൂടി ഓർക്കണം വേമ്പനാട്ട് കായലിനെ കുറിച്ച്. ഈ വേമ്പനാട്ട് കായലിൽ പ്രധാനപ്പെട്ട 2 നിർമ്മിതികളുണ്ട്. 2 എണ്ണം. പേര് പറയാമോ? തണ്ണീർമുക്കം ബണ്ട്. നമ്മൾ ഇടയ്ക്കൊക്കെ അതുവഴി പോകാറുള്ളതാണ്. പിന്നെ തോട്ടപ്പള്ളി
സ്പിൽവേയും. തോട്ടപ്പള്ളി സ്പിൽവേ. അപ്പോൾ അതാണ് വേമ്പനാട്ട് കായലിലുള്ള രണ്ട് പ്രധാനപ്പെട്ട നിർമ്മിതികൾ, തണ്ണീർമുക്കം ബണ്ടും തോട്ടപ്പള്ളി സ്പിൽവേയും. ഇനി നമുക്ക് അടുത്തൊരു കായലിനെ കുറിച്ച് നോക്കാം. കേരളത്തിൽ വലുപ്പത്തിൽ രണ്ടാമതുള്ള കായൽ അഷ്ടമുടി കായൽ. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലും ഈ അഷ്ടമുടി കായലാണ്. ഏത് ജില്ലയിലാ? കൊല്ലം ജില്ലയിൽ. ഒരു നദിയുടെ പതന സ്ഥാനം കൂടിയാണ് ഈ അഷ്ടമുടി കായൽ. ഏത് നദിയാണെന്നറിയാമോ? കല്ലട നദി. പനയുടെ ആകൃതിയിലുള്ള കായലാണ് അഷ്ടമുടി കായൽ. അതുകൊണ്ട് ചില ക്വിസിനൊക്കെ വേണമെങ്കിൽ ചോദിക്കാം, ഏത് വൃക്ഷത്തിന്റെ എന്തിന്റെ രൂപത്തിലാണ് അഷ്ടമുടി കായൽ എന്ന്. അപ്പോൾ എഴുതണം പന. ഈ അഷ്ടമുടി കായലിലും ഒരു പ്രധാനപ്പെട്ട ദ്വീപുണ്ട്, മൺറോത്തുരത്ത്. ശരിയായ ഉത്തരം. അപ്പോൾ മൺറോത്തുരത്ത് അഷ്ടമുടി കായലിലെ പ്രധാനപ്പെട്ട ദ്വീപ്. അഷ്ടമുടി കായലും അറബിക്കടലും ഒന്നിക്കുന്നത് എവിടാണ്? നീണ്ടകര അഴി. യെസ്, നീണ്ടകര അഴിയിലാണ് അറബിക്കടലും അഷ്ടമുടി കായലും ഒന്നിക്കുന്നത്. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി വളരെ പ്രശസ്തമായ ഒരു വള്ളംകളിയാണ്. അത് നടക്കുന്നത് അഷ്ടമുടി കായലിൽ. 1988 അഷ്ടമുടി കായലിൽ ഒരു ട്രെയിൻ ദുരന്തമുണ്ടായി. ആ ദുരന്തത്തിന്റെ പേര് പെരുമൺ ദുരന്തം. അഷ്ടമുടി കായലിൽ 1988 ആ ദുരന്തത്തിന്റെ പേരും ഓർക്കുക, പെരുമൺ ദുരന്തം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഇന്ത്യയിലെ കാര്യം നമ്മൾ സംസാരിച്ചു, കൊല്ലേരുവിനെ കുറിച്ചൊക്കെ. ഇത് കേരളം. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാ? ശാസ്താംകോട്ട കായൽ. ശരിയായ ഉത്തരം. ഈ ശാസ്താംകോട്ട കായൽ ഏതാകൃതിയിലാണെന്നറിയാമോ? അറിയില്ലേ? പല ക്വിസിന് നീ ശരിയാക്കിയിട്ടൊക്കെ ഉള്ളതായിരുന്നല്ലോ. എഫ് ആകൃതിയിൽ മറന്നുപോയോ? എഫിന്റെ ആകൃതിയിലാണ് ശാസ്താംകോട്ട കായൽ. അഷ്ടമുടി കായൽ പനയുടെ ആകൃതി. വലിപ്പത്തിൽ രണ്ടാമതുള്ള ശുദ്ധജല തടാകം ഏതാ? കേരളത്തിലാണേ? അല്ല, തിരുവനന്തപുരത്തുള്ള വെള്ളായണി കായൽ. ഓർത്തു വെക്കുക. ഈ വെള്ളായണി കായലിലാണ് ഒരു ജലോത്സവം നടക്കുന്നുണ്ട്. കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിന്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. അയ്യൻകാളി ജലോത്സവം. അത് നടക്കുന്നത് വെള്ളായണി കായലിൽ. കേരളത്തിൽ ഏറ്റവും ഉയരത്തിലുള്ള തടാകമാണ് നീ നേരത്തെ പറഞ്ഞ പൂക്കോട് തടാകം. ഏറ്റവും ചെറിയ ശുദ്ധജല തടാകവും പൂക്കോട് തടാകം തന്നെ. ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായലോ? ഉപ്പള. വടക്കേ അറ്റം എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം കാസർഗോഡ് ജില്ലയിലാണ് ഉപ്പള, ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ. എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഒരുപാട് കായൽ വിശേഷങ്ങളും തടാകങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. കൂടുതൽ പരിസ്ഥിതി ക്വിസും വിവരങ്ങളുമായി പിന്നീട് വരാം. ബൈ.